ഹായ് മക്കളെ, അവൻ്റെ മിസ്സാണേ. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കളൊക്കെ ഇനി 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ വെക്കേഷനൊക്കെ ആയിരിക്കും നല്ല എൻജോയ് ചെയ്യായിരിക്കും എന്നൊക്കെ മിസ്സിന് അറിയാം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് അല്ലേ, നമ്മൾ സബ്ജക്റ്റൊക്കെ നിങ്ങൾ മറന്നോ? ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്നൊക്കെ മറന്നോ? അതുപോലെ തന്നെ ഈ ഒരു വർഷം അല്ലേ 2025 ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് മാറാൻ വേണ്ടി പോവുകയാണല്ലേ. 6ാം ക്ലാസ്സിലെ മക്കളെ ടെക്സ്റ്റ് മാറാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ? അപ്പം നിങ്ങൾക്ക് എന്താണ് മിസ് ഇപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഏതായിരിക്കും? നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഏതായിരിക്കും മിസ്സിൻ്റെ സബ്ജക്റ്റ്? ബേസിക് സയൻസ് ആണല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് മിസ് ബേസിക് സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അടിസ്ഥാന ശാസ്ത്രം അല്ലേ, അടിസ്ഥാന ശാസ്ത്രം. ഓക്കെ, അതായത് ഈ ഒരു ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? നമ്മൾ 5ാം ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ബേസിക് സയൻസിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബേസിക് സയൻസ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ മിസ്സിൻ്റെ മക്കൾക്ക് ഉണ്ടാവും അല്ലേ. എന്താണ് ബേസിക് സയൻസ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ബേസിക് സയൻസ് പഠിക്കുന്നത് അല്ലേ, ആരെക്കുറിച്ചൊക്കെ ആയിരിക്കും ഈ ഒരു ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന സബ്ജക്റ്റിൽ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മിസ്സിൻ്റെ മക്കൾക്ക് അറിയായിരിക്കും. അപ്പോൾ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. മിസ് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബേസിക് സയൻസ്, എന്താണ് അടിസ്ഥാന ശാസ്ത്രം. ഇത് തൊട്ടിട്ടേ എന്ത് ചെയ്യണം, നമ്മളെ ബേസ് ആണല്ലേ. നമ്മൾ സയൻസ് ബേസിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സയൻസ് എന്ത് ചെയ്യും, ബേസിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താണ് നമ്മൾ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ പറ്റിയും നമ്മളെ ചുറ്റുപാടിനെ പറ്റിയും നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ഇങ്ങനൊരു വിഷയം തന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് നമ്മളെ ചുറ്റുപാടിനെ പറ്റിയും നമ്മളെ പറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സബ്ജക്റ്റ് അല്ലേ. ഇതൊക്കെയല്ലേ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ പ്ലാന്റ്സ് അതായത് സസ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആനിമൽസ് അതായത് ജന്തുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ബേസിക് സയൻസ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ മിസ്സിൻ്റെ മക്കൾ ഒന്നുകൂടെ വലുതായി വരികയാണല്ലേ, ഒന്നുകൂടി ലെവൽ അപ്പ് ചെയ്തില്ലേ. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. ഇത്തിരി നിങ്ങളെ ലെവലൊന്ന് കൂടിയ പോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ലെവലൊന്ന് എന്ത് ചെയ്യാണ്, കൂടി വരികയാണ് അല്ലേ. അപ്പം നോക്കിയേ, നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ മാത്സ് ആണെങ്കിൽ അതിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനറിയാം, സബ്സ്ട്രാക്ട് ചെയ്യാനറിയാം, മൾട്ടിപ്ലൈ ചെയ്യാനറിയാം, ഡിവിഷൻ ചെയ്യാനറിയാം. ഇതൊക്കെ നമുക്കൊക്കെ അറിയാം അല്ലേ. ഇതല്ലേ നമ്മൾ മാത്സിൻ്റെ ബേസ്. അതുപോലെ തന്നെ നമുക്ക് ബേസിക് സയൻസിന് എന്തുണ്ട്, അടിസ്ഥാന ശാസ്ത്രത്തിനും ബേസ് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ബേസ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബേസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടും ഇഷ്ടത്തോടു കൂടി നമ്മളെ ബേസിക് സയൻസ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മിസ് അങ്ങനെ ഒരു ബേസ് തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ബേസിക് സയൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയൊരു ഒരു ടോപ്പിക്കാണ് മിസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നല്ലേ, എന്താണ് വൈറ്റമിൻസ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ വിറ്റാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നമുക്കിപ്പോൾ ഒരു അസുഖമൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പം ഡോക്ടർ പറയല്ലേ എന്താണ്, വിറ്റാമിൻ്റെ കുറവുണ്ട് അല്ലേ, ഇലക്കറികൾ കഴിക്കണം, മുട്ട കഴിക്കണം, പാല് കഴിക്കണം, ചിക്കൻ കഴിക്കണം, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറയാണ്ടല്ലേ. അപ്പോൾ ഒത്തിരി വൈറ്റമിൻസ് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ, ഒത്തിരി വിറ്റാമിൻസ് നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കി, ഇതിൽ ഏതെങ്കിലും ഫുഡ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻസ് കിട്ടുമോ? നമുക്ക് ശരീരത്തിൽ വേണ്ടുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ കിട്ടുമോ? ഇല്ല. ഇതാണ് ജങ്ക് ഫുഡ് അല്ലേ. ജങ്ക് ഫുഡ്സ് ഒന്നും കഴിച്ചാൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ഫുഡൊന്നും കഴിച്ചാൽ നിങ്ങൾക്ക് വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് കിട്ടില്ല അല്ലേ. നമ്മൾ എന്തൊക്കെയാണ് നോക്കി, തക്കാളി, പിന്നെ ചീര അല്ലേ, അതൊക്കെ കഴിച്ചാൽ ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് വൈറ്റമിൻസ് കിട്ടും. അപ്പോൾ മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഒത്തിരി വൈറ്റമിൻസ് എന്ത് ചെയ്യാറുണ്ട്, മക്കൾക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, അതായത് വൈറ്റമിൻസ് 6 വൈറ്റമിൻസ് ഉണ്ട്. എത്രയാണ്? 6 വൈറ്റമിൻസ് ആണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. അതായത് വിറ്റാമിൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, വിറ്റാമിൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം കേട്ടോ ഉള്ളത്. വൈറ്റമിൻസ് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കേ. അപ്പം മിസ് വൈറ്റമിൻസിൻ്റെ പേര്, അതായത് വൈറ്റമിൻസിൻ്റെ പേര് ഇങ്ങനെ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഫസ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. ഓക്കെ, പിന്നെ സി. വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ബി എന്നോ വിറ്റാമിൻ സി എന്നോ നിങ്ങൾക്ക് പറയാം കേട്ടോ. പിന്നത്തെ വൈറ്റമിൻ ആണ്, നോക്കിക്കോ, പിന്നത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ,
വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. നോക്കിക്കേ, ഇതാ മിസ് എങ്ങനെയോ ഇതാ നിങ്ങൾ എന്താ ABCD ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഈസി മെത്തേഡിന് ഒരു ഈസി കോഡ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് എന്താണ് 6 വൈറ്റമിൻസ് ഉണ്ട്, BCKEDA. അതായത് ഇവ രണ്ടും മിസ് 2 സൈഡിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2 ഗ്രൂപ്പായിട്ടാണ് മിസ് എഴുതിയിട്ടത് അല്ലേ. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഒരു വൈറ്റമിൻ ബിക്കും സിക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, അത് ജലത്തിൽ മാത്രമേ ലയിക്കുകയുള്ളൂ കേട്ടോ. വൈറ്റമിൻ ബിയും സിയും എന്താണ്, ജലത്തിൽ മാത്രമേ ലയിക്കുള്ളൂ. അതായത് വാട്ടർ സോല്യൂബിൾ ആണ് കേട്ടോ. വാട്ടറിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സോല്യൂബിൾ ആവുള്ളൂ. ഏതിൽ മാത്രമാണ്, വാട്ടർ കേട്ടോ. വാട്ടറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സോല്യൂബിൾ ആവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ KEDA ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ, ഇത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫാറ്റ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു KEDA എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഫാറ്റിലാണ് എന്ത് ചെയ്യാം, ലയിക്കുക. ഓക്കെ, ഫാറ്റിലാണ് ലയിക്കുക, അല്ലെങ്കിൽ എന്താണ്, കൊഴുപ്പിലാണ് എന്ത് ചെയ്യുക, ലയിക്കുക. ഓക്കെ, പിടികിട്ടിയോ സംഭവം. അതായത് വൈറ്റമിൻ BC ഏതിലാണ് ലയിക്കുക, വാട്ടറിലും. അതുപോലെ വൈറ്റമിൻ KEDA ഏതിലാണ് ലയിക്കുക, ഫാറ്റിലുമാണ് ലയിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും പറഞ്ഞു അല്ലേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും പറഞ്ഞു. ഇത് ഏതിലാണ് ലയിക്കുക, ഇത് വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്, സോല്യൂബിൾ ആയിട്ടുള്ളത്. അതായത് ജലത്തിൽ അല്ലേ, ജലത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അലിയുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പിന്നെ നമ്മൾ ഏത് പറഞ്ഞു, പിന്നെ നമ്മൾ K പറഞ്ഞു, D പറഞ്ഞു, K പറഞ്ഞു, E പറഞ്ഞു, D പറഞ്ഞു, A പറഞ്ഞു അല്ലേ. KEDA പറഞ്ഞില്ലേ. ഏതിലാണ് സോല്യൂബിൾ ആവുക, ഫാറ്റിലാണ് അല്ലേ. എന്താണ്, കൊഴുപ്പിലാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കണം, കൊഴുപ്പിലാണ്. അപ്പം നിങ്ങളോട് എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ് ഫാറ്റിൽ അലിയുന്നത്, ഏതൊക്കെയാണ് ജലത്തിൽ അലിയുന്നത് എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്കൊരു ഈസി ട്രിക്കാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വാട്ടറിൻ്റെ എന്ത് ചെയ്യുക, വാട്ടറിൻ്റെ W നമ്മളിങ്ങ് എടുക്കുക. ഇതാ WBC. വാട്ടറിൽ അലിയുന്നത് ഏതാണ്, ബിയും സിയും ആണ്. ഓക്കെ, ഒരു ഫാറ്റ് നമ്മളിങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഫാറ്റ്, അതായത് ഫാറ്റ് എന്താണ്, കേടല്ലേ, ശരീരത്തിന് മോശമല്ലേ ഫാറ്റ് കേടാണ്, ഫാറ്റ് കേടാ. അപ്പോൾ WBCയും ഫാറ്റിൽ കേടാണ്. WBC എന്താണ്, WBC വാട്ടറും എന്താണ്, വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ്. പിന്നെ എന്താണ്, ഫാറ്റ് കേടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് സിമ്പിൾ അല്ലേ, നമ്മൾ കോഡ് വെച്ച് പഠിച്ചില്ലേ. അപ്പോൾ നമുക്ക് 6 വൈറ്റമിൻസ് ഉണ്ട്. ഒന്നേതാണ്, ബിയും സിയും ഏതിലാണ് അലിയുന്നത്, ഏതിലാണ് സോല്യൂബിൾ ആകുന്നത്, വാട്ടറിലാണ് അല്ലെങ്കിൽ ജലത്തിലാണ്. അതുകൊണ്ട് നമുക്ക് WBC എന്ന് ഓർക്കാം. പിന്നെയോ നമ്മൾ ഫാറ്റ് അല്ലേ, ഫാറ്റ് ഏതാണ്, ഫാറ്റ് നമ്മൾ കേടാ അല്ലേ, ഫാറ്റ് കേടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഓർക്കാം, KEDA ഫാറ്റ് അല്ലേ, കേടാണ്, ഫാറ്റ് കേടാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ അല്ലേ. മിസ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകട്ടെ. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ. മിസ്സിന്റെ കുഞ്ഞു മക്കൾ ഇതൊന്നും 5th പഠിച്ചിട്ടില്ല, 5ാം ക്ലാസ്സിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ മിസ് പറഞ്ഞു തരട്ടെ. ഇതാണ് ജന്തുകോശം. ഇതാണ് ജന്തുകോശം. അതായത് ഏനിമൽ സെൽ കേട്ടോ, ഏനിമൽ സെൽ. ഇതാണ് ഏനിമൽ സെൽ. രണ്ടാമത്തെ ആണ് സസ്യകോശം. സസ്യം എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ് ആണ്. എന്താണ്, പ്ലാന്റ് സെൽ.
ഓക്കെ, നിങ്ങൾക്ക് സെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൽ സെല്ലുണ്ട്, കോശങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ചാപ്റ്ററായി ഡിസ്കസ് ചെയ്യുമ്പോൾ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ കോശങ്ങളുണ്ട്, നമ്മൾ കോശങ്ങളാലാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ജന്തുകോശമുണ്ട്, സസ്യകോശമുണ്ട് അല്ലേ. ഏനിമൽ സെല്ലും ഉണ്ട്, പ്ലാന്റ് സെല്ലും ഉണ്ട്. അപ്പോൾ ഏനിമൽ സെല്ലും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് സെല്ലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏനിമൽ സെല്ല് എന്തുണ്ട്, മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, പ്ലാന്റ് സെല്ലിലും അല്ലെങ്കിൽ സസ്യകോശത്തിലും മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അടുത്ത ആളാണ് ഹരിതകം. ഈ ഹരിതകം 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ മിസ്സിന്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ആരാ? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ, അതായത് ഹരിതകല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹരിതകം എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? എവിടെ മാത്രമേ ഹരിതകം ഉണ്ടാവുള്ളൂ? നമ്മളെ പ്ലാന്റ്സിൽ മാത്രമേ ഹരിതകം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, ഇത് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉണ്ട്, അതായത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഉണ്ട്. പിന്നെ ഒരാളാണ് കോശഭിത്തി അല്ലേ, സെൽ വോൾ. ഈ സെൽ വോളിലും പ്രത്യേകതയുണ്ട്. എന്താണ് അത്? നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ, അതായത് നമ്മളെ എന്താണ് സസ്യകോശത്തിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഫാനം, അതായത് വാക്യൂൾ, അത് നമുക്ക് ആനിമലിലുണ്ട്, പിന്നെ പ്ലാന്റ് സെല്ലിലും ഉണ്ട്. പിന്നെ എന്താണ് കോശസ്തരം അല്ലേ, കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ നമുക്ക് ആനിമൽ സെല്ലിലും ഉണ്ട്, പ്ലാന്റ് സെല്ലിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എക്സാമിനൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മിസ്സിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഹരിതകം? നിങ്ങൾക്കറിയാം പ്ലാന്റിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനിമൽസിൽ ഹരിതകമൊന്നുമില്ല, പച്ച കളറൊന്നും ഇല്ലല്ലോ ആനിമൽസിൽ. നമ്മളെ ഈ ഒരു പ്ലാന്റ്സിൽ മാത്രമേ, സസ്യത്തിൽ മാത്രമേ നമുക്ക് ഹരിതകം കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഹരിതകം എന്താണ്, പ്ലാന്റ്സിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പക്കാ ക്ലിയർ ആയിട്ട് അറിയാം. ദെൻ കോശഭിത്തി അല്ലേ, കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വോളിൽ ചാരി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് ചില സസ്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഈ ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ ഓർമ്മിക്കട്ടോ, ഭിത്തിയിൽ ചാരി നിൽക്കുന്നത് അല്ലെങ്കിൽ വോളിൽ ചാരി നിൽക്കുന്നത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പ്ലാന്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പ്ലാന്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ട്രിക്സ് ആയിട്ട് മിസ് അടുത്ത വീഡിയോ ആയിട്ട് ബേസിക് സയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ബേസിക് സയൻസിൻ്റെ ബേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം മിസ് ബായ് പറയുകയാണ്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.